ഇതൊരു വലിയ വിവാദമാക്കേണ്ടതായ എന്തെങ്കിലും കാര്യം സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണച്ചതിലോ ഈ സനാതന ധർമ്മം പോലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞതിലോ പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല. അത് ദീർഘകാലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംവാദമാണ്. അപ്പൊ ഇപ്പോഴും ഈ പറയുന്ന ആചാരങ്ങളെ പുണർന്നു നിൽക്കുന്നവരും ഈ പറയുന്ന സനാതന ധർമ്മമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കല്പം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഇന്ത്യക്കകത്തുണ്ട്. അവരെപ്പോഴും ഇത് വിവാദമാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അവരോട് ഇപ്പോ ഷാബു പ്രസാദ് പറയുന്ന പോലെ ഒരു ഹിന്ദു സമാജം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ അവർ. ഏത് ഹിന്ദു സമാജത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഹിന്ദു തത്വശാസ്ത്രം പിൻപറ്റുന്ന, ഇന്ത്യയിലെ ആസ്തിക തത്വചിന്ത കൈപ്പറ്റുന്ന, അത് പിൻപറ്റുന്ന സാമൂഹിക ദർശനവും രാഷ്ട്രദർശനവും കോടിക്കണക്കിന് മനുഷ്യരെ പുറന്തള്ളുന്നതാണ്. അവരെ തിരിച്ചെടുക്കുന്ന ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ ആ തത്വചിന്തയിൽ നിങ്ങൾ എന്ത് മാറ്റം വരുത്തി എന്ന് പറയണം. എന്ത് മാറ്റം, ഈ ധർമ്മബോധത്തിൽ എന്ത് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നത് വലിയ വിപ്ലവമാണ് നിങ്ങൾ പറയുന്നത്? അതാണ് ചോദ്യം. അപ്പൊ ഈ അടുത്ത കാലത്ത് മാത്രം ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഈ ഏകീകൃത ഹിന്ദു എന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തി അല്ല ഇത് പരിശോധിക്കേണ്ടത്. മറിച്ച് ഇവിടെ പ്രോബ്ലം സച്ചിദാനന്ദ സ്വാമികൾക്ക് അത് പറയാൻ അവകാശമുണ്ടോ? ഇതാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായൊരു വിഭജനം നമുക്ക് ആ ഡിസ്കഷനിൽ കാണാൻ പറ്റും. ഒന്ന്, ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമി ആചാരങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്നു. ഇത് ഗുരുവിന്റെ അഭിപ്രായം. അത് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായമല്ല. പല ആചാരങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആചാരങ്ങൾ മാറ്റണോ വേണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. അതിന് സുകുമാരൻ നായർ രംഗത്ത് വരുന്നു. അങ്ങനെ ഹിന്ദു സമൂഹത്തെ ആചാരങ്ങൾ മാറ്റി ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ ഷാബു പ്രസാദ് പറയുന്നു ആചാരങ്ങൾ മാറ്റി ഹിന്ദു സമൂഹത്തെ ഞങ്ങൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ഈ മൂന്ന് ധാരകളാണ് ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ളത് ഇവിടെ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ആചാരങ്ങൾ അമ്പലത്തിനകത്ത് നടക്കുന്ന സ്വകാര്യ ഇടപാടല്ല. അത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊക്കെ അവകാശമുണ്ട്. അത് വിശ്വാസികൾ പറയണമെന്നൊന്നും പറയുന്നതിന് അത് വലിയ കഥയില്ല. വിശ്വാസികളായി തന്നെ പരിഗണിക്കണം. ആരഭിപ്രായം പറഞ്ഞാലും വിശ്വാസത്തെ നമ്മൾ മാനിക്കണം. അത് ശരിയായൊരു നിലപാടാണ്. പക്ഷെ ഈ വെളിവുകേട് മുഴുവൻ വിശ്വാസമാണെന്ന് നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇവർ പറയുന്നത് ഇപ്പൊ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നവർ രംഗത്തുണ്ട്. ഇവർ 20ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആചാരങ്ങളാണോ ഇപ്പൊ ജീവിക്കുന്നത്? അല്ലല്ലോ, എല്ലാം മാറിപ്പോയില്ലേ? അത് സമൂഹത്തിനൊരു നിയമമാണ്. അത് മാറ്റിയേ പറ്റത്തുള്ളൂ. സുകുമാരൻ നായർ ഈ കാര്യത്തിൽ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിദാനന്ദ സ്വാമികൾക്ക് അത് പറയാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ശ്രീനാരായണ ഗുരുവിനോട് പണ്ട് ഇവരിപ്പോ ഈ പറഞ്ഞ ഹിന്ദുക്കൾ, ആദ്യ ഹിന്ദുക്കൾ ചോദിച്ചതാ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ പ്രതിഷ്ഠ നിർമ്മിച്ചതെന്ന്. ഇത് അതിന്റെ മുഴുവൻ കോൺട്രാക്ട് എടുത്തിട്ടാണ് ഇപ്പൊ രംഗത്ത് പോകുന്നത്. ഞങ്ങൾ ഹിന്ദു സമാജം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. അപ്പൊ ഈ കൗശലം, ഈ ബ്രാഹ്മണിക്കൽ കൗശലം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആചാര പരിഷ്കരണം എന്ന് പറയുന്നത് ഒരിക്കലും അമ്പലത്തിനകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലെന്നേ. അത് വെറുതെ തെറ്റിദ്ധരിക്കും നമ്മൾ. ഈ വൈക്കത്തെ ബ്രാഹ്മണർ തീരുമാനിച്ചല്ലോ ആ ക്ഷേത്രം തുറന്നു കൊടുത്തത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്തെങ്കിലും തെളിവ്? ഒന്നുമില്ലല്ലോ. അവരവിടെ അമ്പലം അടച്ചേക്കും. ഗാന്ധി വന്നപ്പോൾ വാതിലടച്ച മാന്യന്മാരാ അവിടുത്തെ അമ്പല കമ്മിറ്റി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി വന്നപ്പോൾ വാതിലടച്ച മാന്യന്മാരാ. എന്നിട്ട് അവരോട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ. അവരൊന്നും ആലോചിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. സമൂഹത്തിന്റെ അഭിലാഷങ്ങളാ പുറത്തു വരുന്നത്. ആ അഭിലാഷം അംഗീകരിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. ഞാനൊരു കാര്യം പറയും. ഈ NSSന്റെ ആള് ജാതിവാദിയാണ്, സച്ചിദാനന്ദ ജാതിവാദിയാണ് ഷാബു പ്രസാദ് ആവട്ടെ വിശാല ഹിന്ദുവിന്റെ ആളുമാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ
പരത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെമ്പാടും നടക്കുന്നുണ്ട്, വിശാല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട്. എനിക്ക് ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ യോഗ്യത സംശയിച്ചവർ ഒരു ഉത്തരം പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ ആത്യന്തികമായി മാറ്റമില്ലാതെ തുടരുന്ന ഈ ധർമ്മം? അതിന് ഈ പറഞ്ഞ വർണ്ണധർമ്മവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വർണ്ണധർമ്മവുമായി ബന്ധമില്ലാത്ത എന്ത് ധർമ്മബോധമാണ് ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് വ്യക്തമായും പറഞ്ഞു, അതും ഇതും പറഞ്ഞാൽ പോരാ. ഈ വർണ്ണാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ജന്മനാ തുല്യരല്ല. അവർ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ചണ്ടാളർ തുടങ്ങി കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. ജന്മം കൊണ്ട് തന്നെ അശുദ്ധരും വിശുദ്ധരുമാണ് മനുഷ്യർ എന്ന് പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തെ ന്യായീകരിക്കുന്ന ധർമ്മബോധമല്ലാത്ത മറ്റൊരു ധർമ്മബോധം നിങ്ങൾ പറയാം. ശരി ശരി, ഞാൻ തീർച്ചയായും താങ്കളുടെ ചോദ്യം എന്തായാലും ഞാൻ ഷാബു പ്രസാദിന് പാസ് ചെയ്യാം. പക്ഷേ ഞാനൊന്ന് ഇടപെടുന്നത്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയം ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി മറ്റൊരു ടോപ്പിക്കാണ് കേന്ദ്രീകരിക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും പക്ഷേ താങ്കളുടെ സംശയം ഞാൻ ആവർത്തിക്കാം. പക്ഷേ ശ്രീജിത്ത് പണിക്കർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യം, ഇപ്പോഴിതാ ഒരു